Hello dears, welcome back to ISKC English. Hello dear students. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ടൈപ്സ് ഓഫ് റീഡിംഗ് ആണ്. അപ്പോൾ നമ്മൾ ടൈപ്സ് ഓഫ് റീഡിങ്ങിൽ നമ്മളുടെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ സ്കിമ്മിങ്ങും സ്കാനിങ്ങും ക്ലോസ് റീഡിങ്ങും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് അമ്യൂസീവ് റീഡിംഗ് എന്നുള്ളതാണ്. എന്താണ് അമ്യൂസീവ് റീഡിംഗ്? അപ്പോൾ ഈ വേർഡ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, അമ്യൂസീവ് അല്ലേ, അമ്യൂസ്മെൻറ്റ് എന്നുള്ള വേർഡ് അല്ലേ, അമ്യൂസ്മെൻറ്റ് പാർക്ക്. അപ്പോൾ അമ്യൂസ്മെൻറ്റ് എന്ന വേർഡിൻ്റെ അർത്ഥം വിനോദം എന്ന, എൻ്റർടൈൻമെൻറ്റ് അല്ലെങ്കിൽ പ്ലഷർ പർപ്പസ്. അപ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വി റീഡ് ഫോർ പ്ലഷർ, സന്തോഷത്തിന് വേണ്ടി നമ്മൾ വായിക്കുന്നു. സച്ച് റീഡിംഗ് ഈസ് നോൺ ആസ് അമ്യൂസീവ് റീഡിംഗ്. ഈ റീഡിങ്ങിനാണ് നമ്മൾ അമ്യൂസീവ് റീഡിംഗ് എന്ന് പറയാം. For such reading, the choice of the text is the reader's preference. ഈ റീഡിങ്ങിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള റീഡിങ്ങിൽ ഏത് ടെക്സ്റ്റ് വായിക്കണം എന്നുള്ളത് റീഡറുടെ പ്രിഫറൻസ് ആണ്. നമ്മളൊരു സ്റ്റഡി പർപ്പസിന് വേണ്ടി വായിക്കുന്ന പോലെയല്ല. സ്റ്റഡി പർപ്പസിന് വേണ്ടി വായിക്കുകയാണെങ്കിൽ ഏത് പുസ്തകം വായിക്കണം എന്നുള്ളത് റീഡർക്ക് തീരുമാനിക്കാൻ പറ്റില്ല. അതേ സമയത്ത് അമ്യൂസീവ് റീഡിംഗ് ആണെങ്കിൽ ഏത് ടെക്സ്റ്റ് വായിക്കണം എന്നുള്ളത് റീഡേഴ്സ് പ്രിഫറൻസ് ആണ്, റീഡറുടെ ചോയ്സ് ആണ്. റീഡർക്ക് ഇഷ്ടമുള്ള പുസ്തകം തിരഞ്ഞെടുത്ത് വായിക്കാൻ സാധിക്കും. ദ റീഡർ മേ ഇഗ്നോർ അൺഫെമിലിയർ വേർഡ്സ് ആൻഡ് എക്സ്പ്രഷൻസ്. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു റീഡിങ്ങിൽ റീഡറെ സംബന്ധിച്ചിടത്തോളം അൺഫെമിലിയർ ആയിട്ടുള്ള, റീഡർക്ക് പരിചയമില്ലാത്ത വാക്കുകളോ ഫ്രേസുകളോ അല്ലെങ്കിൽ എക്സ്പ്രഷൻസോ വന്നു കഴിഞ്ഞാൽ അത് ഇഗ്നോർ ചെയ്യാം, അത് ഒഴിവാക്കാം. നമ്മൾ സാധാരണ സ്റ്റഡി പർപ്പസിന് വേണ്ടി വായിക്കുകയാണെങ്കിൽ നമുക്കറിയാത്ത വേർഡ്സ് അല്ലെങ്കിൽ എക്സ്പ്രഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ എന്താണത്, അതിൻ്റെ മീനിങ് എന്താണെന്നുള്ളത് നമ്മൾ കണ്ടെത്തണം. പക്ഷേ ഇവിടെ അമ്യൂസീവ് റീഡിംഗ് എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല. നമുക്കറിയാത്ത വാക്കുകൾ അല്ലെങ്കിൽ പദങ്ങളോ എക്സ്പ്രഷൻസോ വരികയാണെങ്കിൽ നമുക്കതിൻ്റെ അർത്ഥം കണ്ടെത്തേണ്ട ആവശ്യമില്ല. നമുക്ക് എന്ത് ചെയ്യാം, അത് ഇഗ്നോർ ചെയ്യാം. സംടൈംസ് ഹി ഓർ ഷീ ഈവൺ സ്കിപ്സ് കോംപ്ലക്സ് കൺസ്ട്രക്ഷൻസ് ആൻഡ് ഡീറ്റെയിൽസ്. ഇപ്പോൾ എന്ത് ചെയ്യാം, ചില സാഹചര്യങ്ങളിൽ ചില സങ്കീർണമായിട്ടുള്ള, വായിക്കാനും മനസ്സിലാക്കാനും ബുദ്ധിമുട്ടുള്ള കോംപ്ലക്സ് കൺസ്ട്രക്ഷൻസും അതുപോലെ തന്നെ ഡീറ്റെയിൽസും അത്തരം കാര്യങ്ങൾ വരികയാണെങ്കിൽ അമ്യൂസീവ് റീഡിങ്ങിൽ റീഡർക്ക് അത് സ്കിപ്പ് ചെയ്യാൻ സാധിക്കും. ദിസ് ക്യാൻ ബി ഓൾസോ കോൾഡ്, ഈ അമ്യൂസീവ് റീഡിങ്ങിന് മറ്റൊരു പേരും കൂടിയുണ്ട്, ടൈം പാസ് റീഡിംഗ്. അപ്പോൾ അമ്യൂസീവ് റീഡിങ്ങിൻ്റെ മറ്റൊരു പേരാണ് ടൈം പാസ് റീഡിങ്. റീഡിങ് എ നോവൽ വൈൽ ട്രാവലിംഗ്, യാത്ര ചെയ്യുമ്പോൾ ഒരു നോവൽ വായിക്കുന്നത്, അല്ലെങ്കിൽ എ മാഗസിൻ വൈൽ വെയിറ്റിംഗ് ഫോർ ദ ബസ്. നമ്മൾ ബസ് കാത്ത് നിൽക്കുമ്പോൾ, ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്ന സമയത്ത് നമ്മളൊരു മാഗസിൻ വായിക്കുന്നതോ അല്ലെങ്കിൽ നമ്മൾ യാത്രയിൽ നോവൽ വായിക്കുന്നതോ ആർ എക്സാമ്പിൾസ് ഓഫ് അമ്യൂസീവ് റീഡിംഗ്. ഇതിനൊക്കെയാണ് നമുക്ക് അമ്യൂസീവ് റീഡിങ്ങിനുള്ള എക്സാമ്പിൾസ് ആയിട്ട് എടുക്കാൻ കഴിയും. അപ്പോൾ നമ്മൾ ട്രാവലിങ്ങിൽ നമ്മൾ നോവൽ വായിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ ബസ് വെയിറ്റ് ചെയ്യുമ്പോൾ മാഗസിൻ വായിക്കുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരം ഒരു അമ്യൂസീവ് റീഡിങ്ങിന് നമുക്ക് നല്ലൊരു കോൺസെൻട്രേഷൻ്റെ ആവശ്യമില്ല. നമുക്ക് എവിടെ ഇരുന്നിട്ട്, കാരണം നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ടോ മറ്റു ആവശ്യങ്ങൾക്കോ വേണ്ടി വായിക്കല്ല. അതായത് ജസ്റ്റ് അമ്യൂസ്മെൻറ്റ് ഓർ ഫൺ, ഒരു രസത്തിന് വേണ്ടി വായിക്കാം. അപ്പോൾ ഇത്രയാണ് നമുക്ക് അമ്യൂസീവ് റീഡിങ്ങിനെ കുറിച്ച് പറയാനുള്ളത്. അടുത്തത് റീഡിങ് ബിറ്റ്വീൻ ദ ലൈൻസ്. അടുത്ത റീഡിംഗ് ആണ് എന്ത്, ബിറ്റ്വീൻ ദ ലൈൻസ്, ലൈൻസിനിടയിൽ വായിക്കാം. ലൈൻസ്, വരികൾക്കിടയിൽ വായിക്കാം. എന്താണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ദിസ് ടൈപ്പ് ഓഫ് റീഡിംഗ് റിക്വയേഴ്സ് കീൻ അറ്റൻഷൻ ടു എവറി ഡീറ്റെയിൽ. അതായത് ഇത്തരത്തിലുള്ളൊരു വായന എന്ന് പറയുമ്പോൾ നമ്മൾ വായിക്കുന്നതിൻ്റെ എല്ലാ ഭാഗങ്ങളിലും നമ്മുടെ നല്ല ശ്രദ്ധ അത്യാവശ്യമാണ്. അപ്പോൾ ഇവിടെ ശ്രദ്ധ എന്ന് പറയുന്നത് അനിവാര്യമായിട്ടുള്ള ഘടകമാണ്. ഫോർ ഇറ്റ്സ് പർപ്പസ് ഈസ് ടു ഡിസ്കവർ ഹിഡൻ മീനിങ്സ്. എന്താ കാര്യം എന്നറിയോ, ഇത്തരം ഒരു റീഡിംഗ് എന്ന് പറയുമ്പോൾ
ഇതിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത്, ലക്ഷ്യം എന്ന് പറയുന്നത് വരികൾക്കിടയിൽ ഒളിഞ്ഞു കിടക്കുന്ന കാര്യത്തെ കണ്ടെത്തുക എന്നുള്ളതാണ്. എന്താണ് ഇതിൻ്റെ പർപ്പസ്? ഡിസ്കവർ ഹിഡൻ മീനിങ്സ്, വരികൾക്കിടയിൽ ഒളിഞ്ഞു കിടക്കുന്ന അർത്ഥങ്ങളെ കണ്ടെത്തുക. ദ റീഡർ ലൊക്കേറ്റ്സ് ആൻഡ് സ്പെസിഫിക്കലി അണ്ടർസ്റ്റാൻഡ്സ് ദ ഓതേഴ്സ് മെസ്സേജസ് ഫോളോയിങ് സെർട്ടൻ സജഷൻസ് ആൻഡ് ക്ലൂസ്. ഇത്തരം ഒരു റീഡിങ്ങിൽ ഒരു റീഡർ ഓതറുടെ മെസ്സേജുകൾ, അതുപോലെ തന്നെ ചില മെസ്സേജസ്, അതുപോലെ തന്നെ ഓതർ ഉദ്ദേശിക്കുന്ന ചില കാര്യങ്ങളെ റീഡർ മനസ്സിലാക്കുന്നു. എങ്ങനെ റീഡർ മനസ്സിലാക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫോളോയിങ് സെർട്ടൻ സജഷൻസ് ആൻഡ് ക്ലൂസ്, ആ വായിക്കുന്ന പുസ്തകത്തിൻ്റെ ഉള്ളിൽ നിന്നും കിട്ടുന്ന ചില പ്രത്യേക സജഷൻസും ക്ലൂസും ഫോളോ ചെയ്തിട്ട്, അപ്പോൾ വായിക്കുന്ന പുസ്തകത്തിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടുന്ന ചില നിർദ്ദേശങ്ങൾ, അതുപോലെ തന്നെ ചില ക്ലൂ, ഇത്തരത്തിലുള്ള ചില ക്ലൂ അല്ലെങ്കിൽ സജഷൻസ് ഫോളോ ചെയ്തിട്ട് ഓതർ ഉദ്ദേശിച്ച ചില മീനിങ്സ് അല്ലെങ്കിൽ ചില സജഷൻസ് അല്ലെങ്കിൽ മെസ്സേജസ് റീഡർ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നു. വിച്ച് ഹി ഓർ ഷീ ഡിസേൺസ്. അപ്പോൾ നമ്മൾ ഈ പറയുന്ന മെസ്സേജസിനെ റീഡർ, അത് ആണായിക്കോട്ടെ അതല്ല സ്ത്രീ ആയിക്കോട്ടെ, ഹി ഓർ ഷീ ആരാണെങ്കിലും ഡിസേൺസ് ഇൻ സം വേർഡ്സ് ഓർ എക്സ്പ്രഷൻസ്, സെന്റൻസസ്, സെന്റൻസ് കൺസ്ട്രക്ഷൻസ്, പങ്ക്ച്വേഷൻസ്, അസോസിയേഷൻസ്. അപ്പം എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ പുസ്തകത്തിനകത്ത് വരുന്ന ചില പ്രത്യേക വാക്കുകളിൽ നിന്നോ എക്സ്പ്രഷൻസിൽ നിന്നോ സെന്റൻസ് കൺസ്ട്രക്ഷൻസിൽ നിന്നോ അല്ലെങ്കിൽ പങ്ക്ച്വേഷൻസിൽ നിന്നോ അസോസിയേഷൻസിൽ നിന്നോ റീഡർ ഇത്തരത്തിലുള്ള ചില മെസ്സേജസ് ഊഹിച്ചെടുക്കുന്നു. അപ്പം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പം വരികൾക്കുള്ളിൽ കിടക്കുന്ന ആശയങ്ങൾ, ഡിസ്കവർ ഹിഡൻ മീനിങ്സ്, ഒളിഞ്ഞു കിടക്കുന്ന ആശയങ്ങളെ, ഒളിഞ്ഞു കിടക്കുന്ന അർത്ഥങ്ങൾ എന്ന് പറയുമ്പോൾ അത് ഓതർ നമ്മളോട് നേരിട്ട് പറയില്ല. ആ പുസ്തകത്തിനകത്തു നിന്നും അല്ലെങ്കിൽ ആ പേജിനകത്തു നിന്നും നമുക്ക് കിട്ടുന്ന ചില ക്ലൂ, അതൊരു പക്ഷേ നമുക്ക് കിട്ടുന്നത് വേർഡ്സിൽ നിന്നോ എക്സ്പ്രഷൻസിൽ നിന്നോ സെന്റൻസ് കൺസ്ട്രക്ഷൻസിൽ നിന്നോ പങ്ക്ച്വേഷൻസിൽ നിന്നോ അസോസിയേഷൻസിൽ നിന്നോ നമുക്ക് കിട്ടുന്ന ചില ക്ലൂ, അതിൽ നിന്നും നമ്മൾ എത്തുന്ന ചില ഊഹങ്ങൾ അല്ലെങ്കിൽ ചില നിഗമനങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ലഭിക്കുന്ന ചില സന്ദേശങ്ങൾ. അപ്പോൾ ഇത്തരം സന്ദേശങ്ങൾ ലഭിക്കുന്നതിന് നമ്മൾ വളരെ കോൺസെൻട്രേഷനോട് കൂടി വായിക്കേണ്ടതിൻ്റെ ആവശ്യമുണ്ട്. സച്ച് റീഡിങ് റിക്വയേഴ്സ്. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു വായന, അപ്പോൾ ഏതൊരു വ്യക്തിയും, ഇപ്പം ഏതൊരാളും വളരെ കോൺസെൻട്രേഷനോട് കൂടി ഇരുന്ന് കഴിഞ്ഞാൽ ഇത്തരത്തിൽ ഹിഡൻ ആയിരിക്കുന്ന മീനിങ്സ് ഓർ ഐഡിയാസ് അതല്ലെങ്കിൽ മെസ്സേജസ് കിട്ടിക്കൊള്ളുന്നില്ല. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു റീഡിങ്ങിന് വായിക്കുന്ന ആൾക്ക് വൈഡ് നോളേജ്, വായിക്കുന്ന ആൾക്ക് നല്ല നോളേജ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ അനലിറ്റിക്കൽ ആൻഡ് ലോജിക്കൽ മൈൻഡ്, കാര്യങ്ങളെ വിശകലനം ചെയ്തെടുക്കാൻ ശേഷിയുള്ള ഒരു മനസ്സ് വേണം. അതുപോലെ തന്നെ ആൻഡ് ഐ ഫോർ ഹിഡൻ മാറ്റേഴ്സ്, ഒളിഞ്ഞു കിടക്കുന്ന കാര്യങ്ങൾ കണ്ടെത്താനുള്ള ഒരു കണ്ണും വേണം. അപ്പം ആന്തരിക അർത്ഥങ്ങൾ, ഇന്നർ മീനിങ്സ് അത് കണ്ടെത്തണമെങ്കിൽ എല്ലാവർക്കും കഴിയില്ല, അതിന് ചില പ്രത്യേക കഴിവ് വേണം. അപ്പം അതാണ് പറയുന്നത്, ഹിഡൻ മാറ്റേഴ്സ് കണ്ടെത്താൻ കഴിവുള്ള കണ്ണു വേണം. അതുപോലെ തന്നെ അനലിറ്റിക്കൽ ആൻഡ് ലോജിക്കൽ മൈൻഡ് വേണം. അതോടൊപ്പം തന്നെ വൈഡ് നോളേജും ഇത്തരത്തിലുള്ളൊരു റീഡിങ്ങിന് ആവശ്യമാണ്. ഇതില്ലാത്ത ആള് എത്ര സമയമെടുത്തിട്ടും എത്ര കോൺസെൻട്രേഷൻ അപ്ലൈ ചെയ്ത് വായിച്ചിട്ടും കാര്യം ഉണ്ടാവില്ല. ഇനി നമ്മൾ ഇത്തരത്തിൽ വായിക്കേണ്ടത് എത്തരം പുസ്തകങ്ങളാണ് ഈ തരത്തിലുള്ള റീഡിങ്ങിന് നമ്മൾ വിധേയമാക്കേണ്ടത്? കണ്ണിങ്ലി റിട്ടൺ അഡ്വർടൈസ്മെന്റ്സ്, വളരെ തന്ത്രപരമായിട്ട് എഴുതിയിട്ടുള്ള പരസ്യങ്ങൾ, അവയ്ക്കുള്ളിൽ ആശയം കിട്ടണമെങ്കിൽ നമ്മൾ കുറച്ച് ബുദ്ധി ഉപയോഗിക്കേണ്ടി വരും. അതാണ് ലോജിക്കൽ മൈൻഡ്. അതുപോലെ തന്നെ റിഡിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴഞ്ചൊല്ലുകൾ. നിങ്ങൾ ഒരുപാട് റിഡിൽസ് കേട്ടില്ലേ? അപ്പോൾ ഈ പഴഞ്ചൊല്ലുകളുടെ ആശയം എന്താണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത്, അത് കിട്ടണമെങ്കിൽ
നമ്മൾ ബുദ്ധിപരമായിട്ട് ചിന്തിക്കേണ്ടി വരും. അപ്പോൾ ഇതെല്ലാം ഇത്തരത്തിലുള്ള റീഡിങ്ങിനുള്ള എക്സാമ്പിൾസ് ആണ്. നോക്കൂ, അപ്പോൾ ഇത്ര പറയുന്നതോടുകൂടി റീഡിങ്ങിൻ്റെ ടൈപ്സ് കഴിഞ്ഞു. നോക്കൂ, ഇനി ഇവിടെ പറയുന്നത് ഒരു പ്രാക്ടിക്കൽ സെഷനാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രാക്ടിക്കൽ സെഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു പാരഗ്രാഫ് തന്നിട്ടുണ്ട്. ആ പാരഗ്രാഫിന് താഴെയായിട്ട് ഏകദേശം 7ഓളം ക്വസ്റ്റ്യൻസ് പറയുന്നുണ്ട്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ ഈ പാരഗ്രാഫിൽ നിന്ന് വായിച്ച് കണ്ടെത്തുക എന്നുള്ളതാണ് പ്രാക്ടിക്കൽ വർക്ക്. അപ്പോൾ ഞാൻ ഈ ക്ലാസ്സിൽ ആ ഒരു പ്രാക്ടിക്കൽ വർക്ക് ഞാൻ ഉൾക്കൊള്ളിക്കുന്നില്ല. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പ്രാക്ടിക്കൽ വർക്ക് എന്ന് പറയുമ്പോൾ സ്റ്റുഡൻസ് ചെയ്യേണ്ടതാണ്. അപ്പോൾ നോക്കൂ, ഇനി നമ്മൾ നേരെ പോകുന്നത് യൂണിറ്റ് 3, അതായത് 3ാമത്തെ ചാപ്റ്ററാണ്, 2ാമത്തെ ബ്ലോക്കിൽ. അപ്പോൾ ഈ 3ാമത്തെ യൂണിറ്റിൻ്റെ പേര് വരുന്നത് റീഡിംഗ് കോംപ്രിഹെൻഷൻ എന്നുള്ളതാണ്. അതായത് വായിച്ച് മനസ്സിലാക്കുക. കോംപ്രിഹെൻഡ് എന്ന വേർഡിന് അർത്ഥം അണ്ടർസ്റ്റാൻഡ് എന്നാണ്. കോംപ്രിഹെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കുക, വായിച്ച് മനസ്സിലാക്കുക, വായിച്ച് കാര്യങ്ങൾ ഗ്രഹിക്കുക. അപ്പൊ എന്താണ് ഇവിടെ ഡിസ്കഷൻ? എന്താ ഡിസ്കഷനിൽ പറയുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഇറ്റ് ഈസ് എൻറ്റയർലി അപ് ടു യു ഹൗ മച്ച് യു ക്യാൻ ഡെവലപ്പ് യുവർ റീഡിംഗ് എബിലിറ്റീസ്. നിങ്ങളുടെ റീഡിംഗ് എബിലിറ്റീസ്. റീഡിംഗ് എബിലിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വായിച്ച് മനസ്സിലാക്കാനുള്ള കഴിവ്. അപ്പം നിങ്ങളുടെ റീഡിംഗ് എബിലിറ്റീസ് നിങ്ങൾ എന്തുമാത്രം നിങ്ങളെ കൊണ്ട് ഡെവലപ്പ് ചെയ്യാൻ കഴിയും, നിങ്ങൾക്ക് എന്തുമാത്രം വർദ്ധിപ്പിക്കാൻ കഴിയും എന്നുള്ളത് നിങ്ങളെ മാത്രം ആശ്രയിച്ചിരിക്കുന്ന കാര്യമാണ്. അത് നിങ്ങൾ മാത്രം വിചാരിക്കുന്നതാണ്. എൻ്റെ റീഡിംഗ് എബിലിറ്റി അത് എന്തുമാത്രം ഡെവലപ്പ് ചെയ്യണം എന്നുള്ളത് ഞാൻ മാത്രം തീരുമാനിക്കേണ്ട കാര്യമാണ്. മറ്റൊരാൾക്കും അതിലൊരു റോളും ഇല്ല. ഹൗ മച്ച് ഡു യു വാണ്ട് ടു അഡ്വാൻസ്. നിങ്ങളുടെ റീഡിംഗ് എബിലിറ്റീസിൽ നിങ്ങൾ എന്തുമാത്രം അഡ്വാൻസ് ആവണം, നിങ്ങൾ എന്തുമാത്രം മുന്നോട്ട് പോകണം, നിങ്ങൾ എന്തുമാത്രം സ്കിൽഫുൾ ആവണം, അല്ലെങ്കിൽ നിങ്ങൾ എന്തുമാത്രം സ്കിൽഡ് ആവണം, ഡെവലപ്ഡ് ആവണം എന്നുള്ളതും നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കുന്നു. വൈ ഡു യു തിങ്ക് യു ഷുഡ് ഗെറ്റ് ബെറ്റർ. നിങ്ങളുടെ റീഡിംഗ് എബിലിറ്റീസിൽ നിങ്ങൾ കുറച്ചുകൂടി മെച്ചപ്പെടണം എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ വൈ ഡു യു തിങ്ക്, എന്തുകൊണ്ട് നിങ്ങൾ ചിന്തിക്കുന്നു? ഹൗ പാഷനേറ്റ്ലി വിൽ യു വർക്ക് ടു അച്ചീവ് യുവർ ഒബ്ജക്റ്റീവ്സ്. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ എന്തായിക്കോട്ടെ, അതിന് റീഡിംഗ് എബിലിറ്റീസ് ഡെവലപ്പ് ചെയ്യലോ എന്തായിക്കോട്ടെ, നിങ്ങളുടെ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യുന്നതിൽ നിങ്ങൾ എന്തുമാത്രം പാഷനേറ്റ്ലി വർക്ക് ചെയ്യുന്നു, എന്തുമാത്രം നിങ്ങൾ ആത്മാർത്ഥമായിട്ട്. ഇവിടെ പാഷനേറ്റ് എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് വൈകാരികത എന്നത് മാത്രമല്ല, നിങ്ങൾ എന്തുകൊണ്ട്, നിങ്ങൾ എന്തുമാത്രം ആത്മാർത്ഥമായിട്ട് നിങ്ങൾ വർക്ക് ചെയ്യുന്നു. ഹൗ ഓഫൺ വിൽ യു യൂസ് യു ടു വർക്ക് ടുവേർഡ് റീച്ചിങ് ദീസ് ഒബ്ജക്റ്റീവ്സ്. നിങ്ങളുടെ ലക്ഷ്യങ്ങളിലേക്ക് നിങ്ങൾ അടുക്കുന്നതിന് നിങ്ങൾ എന്തുമാത്രം വർക്ക് ചെയ്യാൻ നിങ്ങൾ നിങ്ങളെ ഉപയോഗപ്പെടുത്തുന്നു. അത്തരം കാര്യങ്ങളിൽ, ഇത്തരത്തിൽ നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ, വ്യക്തിപരമായിട്ടുള്ള കഴിവുകൾ, നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള നേട്ടങ്ങൾ, ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി വർക്ക് ചെയ്യുന്നതിന് നിങ്ങൾ നിങ്ങളെ എന്തുമാത്രം ഉപയോഗിക്കുന്നു. സം പീപ്പിൾ ബിലീവ് ദാറ്റ് increasing reading proficiency is just for students or professionals. മിക്ക ആളുകളും ധരിച്ചു വെച്ചിരിക്കുന്നത് റീഡിംഗ് പ്രൊഫിഷ്യൻസി എന്ന് പറയുന്നത്, വായിക്കുന്നതിലുള്ള പ്രാവീണ്യത എന്ന് പറയുന്നത്, റീഡിങ്ങിലുള്ള കഴിവ് സ്റ്റുഡൻസിനും അതുപോലെ തന്നെ പ്രൊഫഷണൽസിനും, അതായത് ടീച്ചേഴ്സിനെ പോലുള്ള ആളുകളോ അത്തരത്തിലുള്ള ആളുകൾക്കും അതുപോലെ തന്നെ സ്റ്റുഡൻസിനും മാത്രം മതി റീഡിംഗ് പ്രൊഫിഷ്യൻസി എന്നാണ് ഒരു വിഭാഗം, സം പീപ്പിൾ, ചില ആളുകളൊക്കെ വിശ്വസിക്കുന്നത്. എന്നാൽ അങ്ങനെയല്ല. ബട്ട് മെനി ഓഫ് ദീസ് കോമൺ പീപ്പിൾ, എന്നാൽ പല സാധാരണക്കാരും ആൾസോ സ്ട്രഗിൾ വിത്ത് ദ സെയിം ഇഷ്യൂ, എന്ന പല സാധാരണക്കാരും പല സാഹചര്യങ്ങളിൽ പല സന്ദർഭങ്ങളിൽ ഈ ഒരു വിഷയം, അതായത് റീഡിംഗ് പ്രൊഫിഷ്യൻസി എന്ന് പറയുന്ന വിഷയം കൊണ്ട് പലപ്പോഴും സാധാരണക്കാര് പല സന്ദർഭങ്ങളിൽ സ്ട്രഗിൾ ചെയ്യുന്നു, കഷ്ടപ്പെടുന്നു. ദേ കനോട്ട് മെയിൻറ്റെയിൻ ദ റീഡിംഗ് പേസ് ആൻഡ് കോംപ്രിഹെൻഷൻ
ദേ ബോത്ത് നീഡ് ആൻഡ് വാണ്ട് ടു. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് റീഡിംഗ് പേസ്, മറ്റൊന്ന് കോംപ്രിഹെൻഷൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ റീഡിങ്ങിന്റെ ഒരു വേഗത, റീഡിങ്ങിന്റെ ഒരു സ്പീഡ്, അതുപോലെ തന്നെ കോംപ്രിഹെൻഷൻ, അത് മനസ്സിലാക്കിയെടുക്കുക എന്നുള്ളത്. നമ്മളൊരു നിശ്ചിത വേഗതയിൽ വായിക്കുക, അതോടൊപ്പം തന്നെ അത് നമ്മൾ മനസ്സിലാക്കിയെടുക്കുക എന്നുള്ളത് ഏതൊരാളെ സംബന്ധിച്ചിടത്തോളവും അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. നമ്മൾ അത്തരം ഒരു സ്കില്ല് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കണം. എന്നാൽ പല ആളുകളും ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. ചില ആളുകൾക്ക് ഇത്തരം സ്കില്ല് ഉണ്ടായിരിക്കും, പക്ഷെ അവരത് മെയിൻറ്റെയിൻ ചെയ്യാത്തത് കൊണ്ട് അവർക്കത് നഷ്ടപ്പെടുന്നു. They frequently want to read correspondence, newspapers, magazines and other sources as well as leisurely reading. പലപ്പോഴും പല ആളുകൾക്കും പല തരത്തിൽ വായിക്കേണ്ടതായിട്ട് വരുന്നു. ചിലപ്പോൾ കറസ്പോണ്ടൻസ്, കത്തിടപാടുകളുടെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ ന്യൂസ് പേപ്പർ, മാഗസിൻസ്, അതർ സോഴ്സസ്, ജസ്റ്റ് ലൈക്ക് ഏതുപോലെ ലൈഷർലി റീഡിങ്, വെറുതെ ഇരിക്കുമ്പോൾ, ഒഴിവ് സമയത്ത്. അപ്പം ഇത്തരത്തിൽ പലപ്പോഴും പല ആളുകളും പലർക്കും വായിക്കേണ്ട ആവശ്യം ഉണ്ടാവാറുണ്ട്. മെനി പീപ്പിൾ ഡിസയർ ടു കണ്ടിന്യൂ ദെയർ ഹോബീസ് ഓർ ഡു ഹയർ സ്റ്റഡീസ്. പലപ്പോഴും പല ആളുകൾക്കും ആഗ്രഹമുണ്ട് അവരുടെ ഹയർ സ്റ്റഡീസോ അല്ലെങ്കിൽ അവരുടെ ഹോബീസോ കണ്ടിന്യൂ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. എന്നാൽ പലപ്പോഴും അവർക്കത് സാധിക്കുന്നില്ല. എന്താ കാരണം? ദേ ലാക്ക് ദ ടൈം ടു കംപ്ലീറ്റ് ദ എസെൻഷ്യൽ റീഡിംഗ് ആൻഡ് സ്റ്റഡി ബിക്കോസ് ഓഫ് ദെയർ പുവർ റീഡിംഗ് സ്കിൽസ്. പലർക്കും അവർ പഠിക്കാൻ അവർ സ്റ്റാർട്ട് ചെയ്യും, പക്ഷേ അവർക്കത് പൂർത്തീകരിക്കാൻ പലപ്പോഴും സാധിക്കാറില്ല. അതിൻ്റെ കാരണമായിട്ട് പറയുന്നത് ബിക്കോസ് ഓഫ് ദെയർ പുവർ റീഡിംഗ് സ്കിൽ. പലർക്കും റീഡിംഗ് സ്കില്ലില്ല. പലരുടെയും റീഡിംഗ് സ്കില്ല് വളരെ പുവറാണ്. കാര്യങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ പലർക്കും മനസ്സിലാവുന്നില്ല. ചില ആളുകൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാൻ ഒരുപാട് സമയം വേണ്ടി വരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ പല ആളുകൾക്കും അത്രയും സമയം ചെലവഴിക്കാനില്ലാത്തത് കൊണ്ട്, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു റീഡിംഗ് പേസും കോംപ്രിഹെൻഷനും, റീഡിംഗ് പേസ് കോംപ്രിഹെൻഷൻ. അപ്പം എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു നിശ്ചിത വേഗതയിൽ വായിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാൻ കഴിയണം. അപ്പം അത്തരം ഒരു സ്കില്ലാണ്. അപ്പം നമുക്ക് ഒരുപാട് ടൈം എന്ത് ചെയ്യില്ല, വേസ്റ്റ് ആവില്ല. പലർക്കും പുവർ റീഡിംഗ് സ്കിൽസ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പല ആളുകൾക്ക് പല തവണ വായിച്ച് ഒരുപാട് സമയം ചെലവഴിച്ചായിരിക്കും എന്തെങ്കിലുമൊക്കെ ഒന്ന് മനസ്സിലായി കിട്ടും. അങ്ങനത്തെ ആളുകളെ സംബന്ധിച്ചിടത്തോളം പഠനത്തിന് വേണ്ടി ചെലവഴിക്കാൻ ഒരുപാട് സമയം ഉണ്ടാവില്ല. അപ്പൊ അവർക്ക് പറ്റുന്ന, അവരെ കൊണ്ട് കഴിയുന്ന കാര്യം എന്ന് പറയുന്നത് ആ ഒരു ആഗ്രഹം അല്ലെങ്കിൽ ആ ഒരു ഹോബി, ആ ഒരു താല്പര്യം വേണ്ടാന്ന് വെക്കായിരിക്കും. എന്നാൽ അതേഴ്സ്, മറ്റു ചില ആളുകൾ, ചിലരുടെ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ unsure about their ability to do so successfully do not make the attempt. ചില ആളുകൾക്ക് അവരുടെ റീഡിംഗ് സ്കില്ലിനെ കുറിച്ച്, അവരുടെ ആ ഒരു കഴിവിനെ കുറിച്ച് അവർക്ക് ഉറപ്പില്ല. അതുകൊണ്ട് ചില ആളുകൾക്ക് കോൺഫിഡൻസ് ഇല്ല. കാരണം വായിച്ച് മനസ്സിലാക്കാൻ അവരെ കൊണ്ട് കഴിയുമോ എന്ന് ഉറപ്പില്ല. ആ ഉറപ്പില്ലാത്തത് കൊണ്ട് ആ ഒരു അറ്റംപ്റ്റ് അല്ലെങ്കിൽ അത്തരം ഒരു ശ്രമത്തിന് ചില ആളുകൾ മുതിരുന്നില്ല എന്നുള്ളതാണ്. Most people desire to learn more about the world around them. എല്ലാവർക്കും ആഗ്രഹമുണ്ട് നമ്മൾ ജീവിക്കുന്ന ലോകം, ആ ലോകത്തെക്കുറിച്ച് വായിച്ചറിയാൻ പലർക്കും താല്പര്യമുണ്ട്. Yet many do not have the time to read the daily news. എന്നിട്ട് പോലും പല ആളുകൾക്കും ഡെയിലി ന്യൂസ് വായിക്കാൻ പോലും സമയമില്ല. കാരണം പല ആളുകൾക്കും ജീവിക്കുന്ന ലോകത്തെക്കുറിച്ച് അറിയണമെന്നുണ്ട്. അങ്ങനെ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ന്യൂസ് പേപ്പർ വായിക്കണം. പക്ഷെ പലർക്കും പത്രം വായിക്കാൻ ടൈമില്ല. മച്ച് ലെസ് കണ്ടിന്യൂ ദെയർ എഡ്യൂക്കേഷൻ. പല ആളുകളും, വളരെ കുറച്ചു പേര് മാത്രം, പല ആളുകൾക്കും ഒന്നിനും സമയമില്ല, വായിക്കാൻ ഒന്നും സമയമില്ല. അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് ആളുകൾ മാത്രമേ അവരുടെ എഡ്യൂക്കേഷൻ കണ്ടിന്യൂ ചെയ്യുന്നുള്ളൂ. ഒരുപാട് ആളുകൾ സമയമില്ലാത്തത് കൊണ്ടും അതുപോലെ തന്നെ പുവർ റീഡിംഗ് സ്കിൽസ്, ഈ കാരണങ്ങൾ കൊണ്ട്
പലപ്പോഴും അവരുടെ എഡ്യൂക്കേഷൻ ഡിസ്കണ്ടിന്യൂ ചെയ്യുന്നു. ഇഫ് ദേ ഇംപ്രൂവ് ദ റീഡിംഗ് കോംപ്രിഹെൻഷൻ ലെവൽ, അപ്പോൾ ഇത്തരം ആളുകൾ അവരുടെ റീഡിംഗ് കോംപ്രിഹെൻഷൻ ലെവല് ഒരല്പം മെച്ചപ്പെടുത്തുകയാണെങ്കിൽ, ഇംപ്രൂവ് ചെയ്യുകയാണെങ്കിൽ, ദേ കുഡ് ഈസിലി ഡു ദ എബവ് സെറ്റ് നീഡ്സ്, നേരത്തെ പറഞ്ഞ കാര്യങ്ങളിലെ ആ കാര്യങ്ങൾ ഈസി ആയിട്ട് അവർക്ക് ചെയ്യാൻ പറ്റും. അവർക്ക് ലോകത്തെക്കുറിച്ച് വായിച്ചറിയാൻ പറ്റും, അവർക്ക് പത്രം വായിക്കാൻ പറ്റും, അവർക്ക് അവരുടെ പഠനം കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. ഈ കാര്യങ്ങളെല്ലാം നടക്കും. അവരുടെ ഒറ്റ കാര്യം മാത്രമേ ചെയ്യേണ്ടുള്ളൂ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഇംപ്രൂവ് ദയർ റീഡിംഗ് കോംപ്രിഹെൻഷൻ ലെവൽ, അവരുടെ റീഡിംഗ് കോംപ്രിഹെൻഷൻ ലെവല് ഒന്ന് മെച്ചപ്പെടുത്തണം. അങ്ങനെ മെച്ചപ്പെടുത്തി കഴിഞ്ഞാൽ അവരുടെ തടസ്സപ്പെട്ട അവരുടെ ആഗ്രഹങ്ങൾ, അവരുടെ സ്വപ്നങ്ങൾ, അവരുടെ പഠനങ്ങൾ എല്ലാം പൂർത്തീകരിക്കാൻ അവർക്ക് കഴിയും. സോ understanding the elements needed to improve reading comprehension level and practicing them accordingly. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളുടെ റീഡിംഗ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ റീഡിംഗ് കോംപ്രിഹെൻഷൻ ലെവല് ഇംപ്രൂവ് ചെയ്യാൻ ആവശ്യമായ കാര്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കുക. അണ്ടർസ്റ്റാൻഡിങ് ദ എലമെന്റ്സ് നീഡഡ് ടു ഇംപ്രൂവ് റീഡിംഗ് കോംപ്രിഹെൻഷൻ ലെവൽ, നമ്മുടെ റീഡിംഗ് കോംപ്രിഹെൻഷൻ ലെവല് ഇംപ്രൂവ് ചെയ്യാൻ എന്തെല്ലാമാണോ ആവശ്യമായിരിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നതും അതുപോലെ തന്നെ അതനുസരിച്ച് പ്രാക്ടീസ് ചെയ്യുന്നതും വുഡ് ബെനിഫിറ്റ് എനിവൺ ഹു ഈസ് വില്ലിംഗ് ടു എക്സൽ ഇൻ ദിസ് ഏരിയ. ഈ ഏരിയയിൽ, അതായത് ഈ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ റീഡിംഗ് കോംപ്രിഹെൻഷൻ ലെവല് ഇംപ്രൂവ് ചെയ്യാം. അപ്പം ആ ഒരു മേഖല, ആ ഒരു ഏരിയയിൽ താല്പര്യമുള്ള ഏതൊരാൾക്കും ഇത് ഗുണമുണ്ടായിരിക്കും. ഏത് റീഡിംഗ് കോംപ്രിഹെൻഷൻ ലെവൽ മെച്ചപ്പെടുത്തുന്നതിന് ആവശ്യമായ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയുന്നതും അത് പ്രാക്ടീസ് ചെയ്യുന്നത് കൊണ്ടും ഈ മേഖലയിൽ അല്ലെങ്കിൽ ഈ മേഖല മെച്ചപ്പെടുത്തണം എന്ന് ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും ഇതുകൊണ്ട് ഗുണമുണ്ടാവും. ഇനി നെക്സ്റ്റ് പറയുന്നത് വാട്ട് ഈസ് റീഡിംഗ് കോംപ്രിഹെൻഷൻ. എന്താണ് റീഡിംഗ് കോംപ്രിഹെൻഷൻ എന്ന് പറഞ്ഞാൽ? വായിച്ച് മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാവുന്ന കാര്യമാണ്. പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് റീഡിംഗ് കോംപ്രിഹെൻഷൻ. മിക്കവാറും പരീക്ഷകൾക്കെല്ലാം ഒരു പാസേജ് ഉണ്ടായിരിക്കും. അതായത് ഒരു ടെക്സ്റ്റിന് പുറത്തുള്ള ഒരു പാസേജ്, ആ പാസേജിന്റെ താഴെ ഒരു 5 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. ഈ 5 ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ് സ്വന്തമായിട്ട് ഈ പാസേജ് റീഡ് ചെയ്ത് കോംപ്രിഹെൻഡ് ചെയ്ത് കണ്ടെത്തി എഴുതണം. അപ്പൊ ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം ലാംഗ്വേജ് സ്കില്ലുള്ളവർക്ക് ഇത് കഴിയുള്ളൂ. അപ്പൊ ഞാൻ ഇനി പറയാൻ പോകുന്നത് എന്താണ് റീഡിംഗ് കോംപ്രിഹെൻഷൻ എന്നുള്ളതാണ്. ലാംഗ്വേജ് എനാബിൾസ്, ഭാഷ നമ്മളെ സഹായിക്കുന്നു. ദ ട്രാൻസ്മിഷൻ ഓഫ് നോളേജ് ആൻഡ് ഐഡിയാസ് ആൻഡ് കൺവേസ് മീനിങ്സ് ആൻഡ് വ്യൂ പോയിന്റ്സ്. ഭാഷ നമ്മളെ നോളേജും ഐഡിയാസും വ്യൂ പോയിന്റ്സും മീനിങ്സും കൺവേ ചെയ്യുന്നതിന് നമ്മളെ സഹായിക്കുന്നു. എൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ എൻ്റെ മനസ്സിലുള്ള ആശയങ്ങൾ, കാഴ്ചപ്പാടുകൾ, ഐഡിയാസ്, നോളേജ് എൻ്റെ ഉള്ളിൽ നിന്നും നിങ്ങളിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിന് എന്നെ സഹായിക്കുന്നത് ലാംഗ്വേജ് ആണ്. അല്ലെ, ഇപ്പം എനിക്കറിയുന്ന കാര്യങ്ങൾ ഞാനിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ബൈ യൂസിങ് ലാംഗ്വേജ്, ഭാഷ ഉപയോഗിച്ചിട്ടാണ് നിങ്ങളത് മനസ്സിലാക്കുന്നത്. വെൻ റിട്ടൺ കമ്മ്യൂണിക്കേഷൻ ഈസ് പ്രോപ്പർലി ഇന്റർപ്രറ്റഡ്, നമുക്കൊരു റിട്ടൺ കമ്മ്യൂണിക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ നമ്മൾ ശരിയായ രീതിയിൽ ഇന്റർപ്രറ്റ് ചെയ്തു കഴിഞ്ഞാൽ, എഴുതിയ ആൾ എന്താണോ ഉദ്ദേശിച്ചത് അത് കൃത്യമായിട്ട് നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്താൽ, നമ്മളത് വ്യാഖ്യാനിച്ചാൽ, നമുക്കതിനെ ഇന്റർപ്രറ്റ് ചെയ്യാൻ, നമുക്കതിനെ മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ, റീഡിംഗ് ക്യാൻ ബി എ ട്രമെൻഡസ് സോഴ്സ് ഓഫ് ഇൻസ്പിരേഷൻ. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ റീഡിംഗ് എന്നുള്ളത് പ്രചോദനത്തിൻ്റെ ഒരു വലിയ സോഴ്സായി മാറുന്നു.
പ്രചോദനം മാത്രമല്ല, ഫണ്ണ് ആൻഡ് ട്രാൻസ്ഫോർമേഷൻ, വലിയ മാറ്റം തന്നെ ഉണ്ടാവും. പക്ഷെ അതിനെന്തു ചെയ്യണം? ഒരു റീഡിംഗ് മെറ്റീരിയലിനെ ശരിയായ രീതിയിൽ ഇൻ്റർപ്രറ്റ് ചെയ്യാൻ കഴിയണം. എഴുതിയ ആൾ ഉദ്ദേശിച്ചത് എന്താണോ അത് അതുപോലെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയണം. അങ്ങനെ കഴിയുകയാണെങ്കിൽ അതിനേക്കാൾ വലിയ ഒരു ഫണ്ണ്, അതിനേക്കാൾ വലിയൊരു ഇൻസ്പിരേഷൻ അല്ലെങ്കിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ വേറെ ഉണ്ടാവില്ല. റൈറ്റിംഗ് ഹാസ് ദ എബിലിറ്റി ടു ട്രാൻസ്പോർട്ട് റീഡേഴ്സ് ടു ന്യൂ സെറ്റിംഗ്സ്, ടൈംസ് ആൻഡ് ഒക്കേഷൻസ്. റൈറ്റിങ്ങിന് നല്ല കഴിവുണ്ട്. റീഡേഴ്സിനെ പുതിയ ലോകത്തിലേക്കും പുതിയ ടൈമിലേക്കും പുതിയ സെറ്റിങ്സിലേക്കും പുതിയ ഒക്കേഷൻസിലേക്കും റീഡേഴ്സിനെ കൊണ്ടുപോകാൻ നമുക്കറിയാം. നമ്മൾ ശരിക്കും വായിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്താണോ റീഡർ പറഞ്ഞത് ആ ലോകത്തിലേക്ക് നമ്മൾ എത്തും, അല്ലെങ്കിൽ ആ കാലഘട്ടത്തിലേക്ക് നമ്മൾ എത്തും. അപ്പം അതാണ് ഇവിടെ പറയുന്നത്. റൈറ്റിങ്ങിന് റീഡറെ ഒരു നിശ്ചിത കാലഘട്ടത്തിലേക്കും ഒരു നിശ്ചിത സെറ്റിങ്സിലേക്കും ഒരു നിശ്ചിത ഒക്കേഷൻസിലേക്കും കൊണ്ടെത്തിക്കാൻ റൈറ്റർക്ക് കഴിയും. പക്ഷെ റീഡർ നല്ല കോൺസെൻട്രേറ്റ് ചെയ്ത് വായിച്ച് റൈറ്റർ ഉദ്ദേശിച്ച കാര്യങ്ങൾ അതുപോലെ ഇന്റർപ്രറ്റ് ചെയ്യണം. ടെക്സ്റ്റ് ക്യാൻ ഓഫർ ഓൾട്ടർനേറ്റീവ് വ്യൂ പോയിന്റ്സ് ഓൺ ദ വേൾഡ്. ടെക്സ്റ്റുകൾ, പുസ്തകങ്ങൾ ലോകത്തെക്കുറിച്ച് പല പല കാഴ്ചപ്പാടുകൾ നമുക്ക് നൽകും. അതായത് പുസ്തകങ്ങൾ എന്ന് പറയുമ്പോൾ പല പല റൈറ്റേഴ്സിൻ്റെയാണ്, പല പല ഓതേഴ്സിൻ്റെ ആണ്. ആ പല പല പുസ്തകങ്ങളിൽ അവരുടേതായിട്ടുള്ള വ്യൂ പോയിന്റ്സ് ഉണ്ടായിരിക്കും ലോകത്തെക്കുറിച്ച്. അപ്പം അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് പല പുസ്തകങ്ങൾ ലോകത്തെക്കുറിച്ച് നമുക്ക് പല കാഴ്ചപ്പാടുകൾ നൽകും. അപ്പോൾ പല പുസ്തകങ്ങൾ വായിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വേൾഡിനെ കുറിച്ച് അയാൾക്ക് ഡൈവേഴ്സ് വ്യൂ പോയിന്റ്സ് ഉണ്ടായിരിക്കും. പല പല കാഴ്ചപ്പാടുകൾ അയാൾക്കുണ്ടായിരിക്കും. മാത്രമല്ല, they can kindle our imaginations to produce vivid mental pictures that may last a lifetime. മാത്രമല്ല, ഈ പുസ്തകങ്ങൾ നമ്മളുടെ മനസ്സിലെ ഭാവനകളെ കിൻഡിൽ ചെയ്യും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ മനസ്സിലുള്ള ഭാവനകളെ, അതായത് നമ്മുടെ മനസ്സിൽ ഉറങ്ങിക്കിടക്കുന്ന ഭാവനകൾ, അവയെ ഉണർത്തിയിട്ട് നമ്മളുടെ മനസ്സിനുള്ളിൽ എന്നെന്നും നിലനിൽക്കുന്ന നല്ല ചിത്രങ്ങൾ, ലോകത്തെക്കുറിച്ചുള്ള ചിത്രങ്ങൾ നൽകാൻ പുസ്തകങ്ങൾക്ക് കഴിയും. കേട്ടോ, ദേ ക്യാൻ കിൻഡിൽ, അവ നമ്മളെ മനസ്സിൽ ഉണർത്തും, അല്ലെങ്കിൽ നമ്മളെ മനസ്സിൽ എന്ത് ചെയ്യും? തീനാളങ്ങൾ ഉണ്ടാക്കും. അവർ ഇമാജിനേഷൻസ് ടു പ്രൊഡ്യൂസ്, അങ്ങനെ നമ്മളുടെ ഭാവനയിൽ നിന്നും പ്രൊഡ്യൂസ് ചെയ്യും, നമ്മുടെ ഭാവനയിൽ നിന്നും ഉണ്ടാകും. വിവിഡ് മെന്റൽ പിക്ചേഴ്സ് ദാറ്റ് മേ ലാസ്റ്റ് എ ലൈഫ് ടൈം, അതായത് ജീവിതകാലം മുഴുവൻ നിലനിൽക്കുന്ന മനോഹരമായ ചിത്രങ്ങളെ നമ്മുടെ ഭാവനയിൽ നിന്നും പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് പുസ്തകങ്ങൾക്ക്, ബുക്സിന് കഴിയും. ടെക്സ്റ്റ് എന്ന് പറയുമ്പോൾ, പുസ്തകങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. ടെക്സ്റ്റ് ഹാവ് ദ പവർ, പുസ്തകങ്ങൾക്ക് പവർ ഉണ്ട്. ടു എഡ്യൂക്കേറ്റ് ആൻഡ് അഡ്വാൻസ് അവർ നോളേജ്, നമ്മളെ പഠിപ്പിക്കാനുള്ള പവർ പുസ്തകങ്ങൾക്കുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ നോളേജിനെ അഡ്വാൻസ് ചെയ്യാൻ, നമ്മളെ നോളേജിനെ വർദ്ധിപ്പിക്കാൻ, അതുപോലെ തന്നെ ടച്ച് അസ് ന്യൂ വേർഡ്സ് ആൻഡ് ഇൻസ്പയർ ഫ്രഷ് മോഡ്സ് ഓഫ് തോട്ട്, അതായത് പുതിയ വാക്കുകൾ നമ്മളെ പഠിപ്പിക്കാനും അതുപോലെ തന്നെ പുതിയ ചിന്തകൾ കൊണ്ട് നമ്മളിൽ പ്രചോദനമുണ്ടാക്കാനും, പുതിയ വാക്കുകൾ പഠിപ്പിക്കാനും അതുപോലെ തന്നെ പുതിയ ചിന്തകൾ കൊണ്ട് ഇൻസ്പയർ ഫ്രഷ് മോഡ്സ് ഓഫ് തോട്ട്, അതായത് പുതിയ മോഡ്സ് ഓഫ് തോട്ട് കൊണ്ട് നമ്മളിൽ ഇൻസ്പയർ, നമ്മളെ പ്രചോദനമുണ്ടാക്കാനും അതുപോലെ തന്നെ നമ്മളിൽ പുതിയ വാക്കുകളിൽ നമ്മളെ പഠിപ്പിക്കാനും അതുപോലെ തന്നെ നമുക്ക് അറിവ് വർദ്ധിപ്പിക്കാനും, നമ്മുടെ അറിവ് വർദ്ധിപ്പിക്കാനും പുസ്തകങ്ങൾക്ക് കഴിയും. This chapter will explore the variety of written language and the complex procedure involved in reading by giving appropriate samples. ഈ ചാപ്റ്ററിലൂടെ നിങ്ങൾ പഠിക്കുന്നത്
പലതരത്തിലുള്ള റിട്ടൺ മെറ്റീരിയലുകളെ കുറിച്ചാണ്. പലതരത്തിലുള്ള റിട്ടൺ മെറ്റീരിയലുകൾ എന്ന് പറയുമ്പോൾ അവയിൽ പലതരത്തിലുള്ള വെറൈറ്റി ഓഫ് റിട്ടൺ ലാംഗ്വേജ്, അതായത് റിട്ടൺ ലാംഗ്വേജ് എല്ലാം ഒരുപോലെ അല്ല. റിട്ടൺ ലാംഗ്വേജിൽ വെറൈറ്റി ഉണ്ട്, പല പല റിട്ടൺ ലാംഗ്വേജുകളുണ്ട്. അതുപോലെ തന്നെ കോംപ്ലക്സ് പ്രൊസീജിയേഴ്സ് ഇൻവോൾവ്ഡ് ഇൻ റീഡിങ്ങിൽ വരുന്ന സങ്കീർണമായിട്ടുള്ള രീതികളും അതാണ് നമ്മളിവിടെ പഠിക്കുന്നത്. അപ്പോൾ തൽക്കാലം ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഞാൻ സാധാരണ പറയുന്ന പോലെ എന്തെങ്കിലും ഡൗട്ട്സ് മറ്റുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. എല്ലാ ആളുകളും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണുക. അതുപോലെ ആദ്യമായിട്ട് കാണുന്ന ആളുകൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. ഓക്കെ, താങ്ക്സ് ഫോർ ഓൾ.